ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും എന്റെ കൺമുമ്പിൽ ഇന്ന് അവൾ വന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്കുള്ള ലോട്ടറിയാ. ഇന്ന് അവളെ കൈയോടെ പിടിച്ചാ എന്റെ വേദനയൊക്കെ മാറി ഞാൻ ഹാപ്പിയോ. മോളിക്കുട്ടി, ചാവി നോക്കിട്ട് കാര്യമില്ല, നമുക്ക് ഓട്ടോയിൽ കൊണ്ടുപോവാ. നീ വേഗം കൊണ്ടുവാ. അമ്മേ, 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 മോളിക്കുട്ടി, അമ്മേ, മോളിക്കുട്ടി പിടിച്ചേ. പതുക്കെ പതുക്കെ. എന്താ സംഭവിച്ചേ? സ്റ്റെപ്പിന്ന് വീഴായിരുന്നു. എന്തെങ്കിലും വഴക്കോ മറ്റോ? അയ്യോ, അതൊന്നും അല്ല ഡോക്ടറെ. ഓക്കെ, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. ബ്ലഡ് വേണ്ടി വരും. അറേഞ്ച് ചെയ്യാലോ അല്ലേ? അറേഞ്ച് ചെയ്യാം ഡോക്ടർ. ശരി, എങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് നിൽക്കാം. എന്തായാലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല. അവരുടെ പെരുമാറ്റം അനുസരിച്ച് നമ്മൾ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ആട്ടിയിറക്കിയതല്ലേ. എന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരാൾക്ക് വയ്യാതാവുമ്പോ നമ്മൾ കണക്ക് നോക്കിയിട്ടാണോ ഇടപെടുക? ഈശ്വര, ഒന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അയ്യോ അയ്യോ അയ്യോ. കൈയെടുക്കടോ, കൈയെടുക്കാനാ പറഞ്ഞേ. തന്നെ പോലുള്ളവന്മാർക്കേ ഇങ്ങനെ ചില അസുഖങ്ങളുള്ളതാ. അയ്യേ, ഞാൻ അങ്ങനെ തെറ്റായ ഉദ്ദേശത്തെ പിടിച്ചല്ല, വേദന സഹിക്കാൻ വയ്യാത്തോണ്ട് പിടിച്ചു പോയതാ. ആക്സിഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? സത്യത്തിൽ ആക്സിഡന്റ് തന്നെയാണോ? അതോ ഇതുപോലെ വല്ല വേലത്തരം കാണിച്ചിട്ട് ആൾക്കാർ തല്ലിയതാണോ? അല്ലല്ല, ഇത് ആക്സിഡന്റാ, സത്യമായിട്ടും ആക്സിഡന്റാ. ഞാന് നല്ല ആളാ, നല്ല മനുഷ്യനാ, സത്യം. ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, കിടന്നോ. ഇങ്ങതാ. സിസ്റ്ററാണ് എടുക്കുന്ന. സിസ്റ്ററിനെ കണ്ടാൽ അറിയാം വേദന എടുക്കൂലെന്ന്. എനിക്കാതെ നിനക്ക് അമ്മച്ചിട്ടുണ്ടടി. അതാരേ ഈ ഗാഥ? എന്തോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കുറെ കാലമായിട്ട് ഞാൻ എന്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതും മുറിവുകൾ വച്ച് കെട്ടുന്നതും ഒക്കെ ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. പക്ഷെ ചാവുന്നതിന് മുമ്പ് ഞാൻ ഇത് തെളിയിക്കും. നിങ്ങൾക്കറിയാമോ, ശരിക്കും ഗാഥ ഒന്നല്ല, രണ്ടാ. രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാ. ഒരു കഥ ഇവിടെ കാണുമ്പോ വേറൊരു കഥയെ മറ്റൊരിടത്ത് കാണും. ഇത് രണ്ടും കണ്ടിട്ടുള്ള ആളാ ഞാൻ. ആക്സിഡന്റിൽ തലയ്ക്കാണ് പരിക്കെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് ഇത് പറഞ്ഞാ എന്റെ തലയ്ക്ക് എന്തേലും കുഴപ്പമുണ്ടെന്ന് അവര് പറയും. ഇപ്പൊ എന്തേ നിങ്ങളും പറഞ്ഞു. ഒന്ന് നോക്കിയേ, ഒന്ന് തൊട്ട് നോക്കിയേ, എന്റെ തലയ്ക്ക് എന്തേലും കുഴപ്പമുണ്ടോ? പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അമ്മയാ.
തലകറക്കം വല്ലതും ഉണ്ടോ? ഇല്ല സിസ്റ്റർ. എന്നാ പുറത്തിറങ്ങി കുറച്ചു നേരം ഇരുന്നോളൂ. ഇതാ വെള്ളം കുടിക്ക. മോളെ ക്ഷീണമുണ്ട്? ക്ഷീണൊന്നുമില്ല അമ്മേ. അമ്മയ്ക്കും മോക്കും ബ്ലഡ് ഗ്രൂപ്പ് 1 അതുകൊണ്ട് അധികം അലയേണ്ടി വന്നില്ല. ഡോക്ടർ വന്നപ്പോ എന്തേലും പറഞ്ഞോ? ആ, വേറെ കാര്യമായ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞെ. ഒന്നും വരില്ല, ഒന്നും വരുത്തില്ല ഭഗവാൻ. ഓ ഓ, അമ്മോ അമ്മോ ആ, 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 ആ. നിനക്ക് വെള്ളം വേണോ? വേണ്ട മോളിക്കുട്ടി. അവന്മാർ ഇടിച്ച് കണ്ണുവരെ കലക്കിയിരിക്കുക. ഇത് അവള് തന്നെ അല്ലേ? ആ ആ, ആ. മോളി ഇത് പിടിച്ചോ. ഇതാമ. മോളിക്കുട്ടി, അമ്മേ എഴുന്നേക്ക നമുക്ക് ഇവിടുന്ന്. എന്താ എന്തു പറ്റി? അമ്മേ പെട്ടെന്ന് എഴുന്നേക്ക്. 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 എന്താ മോളെ? വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഏ? ആ, ആ, ആ. ഛേ, ഇതെന്തൊരു സംഭവമാണ്? തല്ലായ തല്ലൊക്കെ മുഴുവൻ വാങ്ങിച്ച് തരുകയും ചെയ്യും, കൺമുമ്പ് നമ്മൾ ചാടുകയും ചെയ്യും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും എന്റെ കൺമുമ്പിൽ ഇന്ന് അവൾ വന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്കുള്ള ലോട്ടറിയാ. ഇന്ന് അവളെ കൈയോടെ പിടിച്ചാ എന്റെ വേദനയൊക്കെ മാറി ഞാൻ ഹാപ്പിയോ. ആ ആ ഇനി ആ വഴിക്ക് എങ്ങനെ പോയി കാണൂ? Huh?